ബഹുമാനപ്പെട്ട UDFിൻ്റെ പ്രതിനിധി പറഞ്ഞു MP-യുടെ വികസന പദ്ധതികളെക്കുറിച്ച്. കഴിഞ്ഞ 4.5 വർഷക്കാലം ചാലക്കുടിയുടെ MP-യെ ചാലക്കുടിക്കാർ കണ്ടിട്ടില്ല. MP-യെ കണ്ടിട്ടുണ്ടോ, കണ്ടവരുണ്ടോ എന്ന് ബോർഡ് വെച്ച സ്ഥലങ്ങൾ വരെ ഈ മണ്ഡലത്തിലുണ്ട്. പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ട് MP ഇവിടെ സജീവമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച്. നമുക്കറിയാം, ചാലക്കുടി സർക്കാർ ആശുപത്രി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹോസ്പിറ്റലാക്കി ഉയർത്തിയത് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന JP നദ്ദയുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ESI ഹോസ്പിറ്റൽ അത് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും അധികം പരിശ്രമിച്ചത് NDAയുടെ MP-മാരായത് കാണാൻ നമുക്ക് സാധിക്കും. ഈ ചാലക്കുടി മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ നമുക്കറിയാം, ചാലക്കുടി, അങ്കമാലി അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, ആ റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും മികച്ച നിലവാരത്തിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിമാനത്താവളങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ, ആ പദ്ധതികളാണ് ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഒരു MP പോലും കേന്ദ്ര സർക്കാരിലേക്കില്ല. പക്ഷെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട്, പ്രത്യേകിച്ച് ചാലക്കുടി മണ്ഡലത്തിനോട് അകമഴിഞ്ഞിട്ടുള്ള ഉദാരപരമായിട്ടുള്ള സമീപനം, ആ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. NDAയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. നമുക്കറിയാൻ സാധിക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചു. 65 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചിട്ട് ഈ രാജ്യത്തിനെ തകർത്ത് തരിപ്പണമാക്കി വൈദേശിക രാഷ്ട്രങ്ങളുടെ മുൻപിൽ ഈ രാഷ്ട്രത്തിനെ പണയം വെച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. നെഹ്റു കുടുംബത്തിലേക്ക്, ആ കുടുംബത്തിലേക്കായിരുന്നു ഈ ഭാരതത്തിൻ്റെ ഫണ്ട്, പണം മുഴുവനായിട്ട് അഴിമതിയിലൂടെ മാറ്റപ്പെട്ടത് കാണാൻ സാധിക്കും നമുക്ക്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യം ഭരിക്കുന്നു. ഒരു അഴിമതി ആരോപണം പോലും, ഒരു രൂപയുടെ അഴിമതി ആരോപണം പോലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ പേരിൽ, ഒരു മന്ത്രിയുടെ പേരിൽ, ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ സമസ്ത മേഖലയിലും വികസനം, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള മുഴുവൻ പദ്ധതികളും, പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ പദ്ധതികളും നടപ്പിലാക്കിയതിൻ്റെ 100% പ്രോഗ്രസ് കാർഡ്, ആ പ്രോഗ്രസ് കാർഡുമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി NDA ഈ രാജ്യത്തെ ജനങ്ങളോട് ചോദിക്കുന്നത്. കാരണം ഇന്നത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു പ്രധാനമന്ത്രി, തൻ്റെ കരുതലായിട്ടുള്ള, ഈ ജനങ്ങൾക്ക് കരുതലായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല, 450 സീറ്റുകൾ നേടിക്കൊണ്ട് 3ാമത് തവണയും BJP NDA സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് NDA ഉറപ്പ് നൽകുകയാണ്, പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്.